ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു. അദ്ദേഹം നഹ്വിൻ്റെ ഉസ്താദാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് വിമ്മിഷ്ടം തുടങ്ങി. നഹ്വിനോട്, അറബി ഗ്രാമറിനോട് പൊതുവെ വിദ്യാർത്ഥികൾക്ക് ഒരു തരം അരിശമാണ്. എല്ലാവരും വിളിച്ചു പറഞ്ഞു, ഇന്ന് ക്ലാസ് വേണ്ട. ബുദ്ധിമാനായ ഉസ്താദ് സമ്മതിച്ചു, ശരി, ഇന്ന് വേണ്ട. പകരം ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ പറയാം. കടങ്കഥ എന്ന് കേൾക്കുമ്പോൾ ഏത് കുട്ടികളെയും പോലെ ഈ കുട്ടികൾക്കും ആവേശം മൂത്തു. അവർ ചെവി കൂർപ്പിച്ചിരുന്നു. ഉസ്താദ് പറഞ്ഞു, കഴുത്ത് കുടുങ്ങിയ ഒരു കുപ്പി, ആ കുപ്പിയുടെ ഉള്ളിൽ ഒരു കോഴിക്കുഞ്ഞ്. ഇനി നമുക്ക് വേണ്ടത് കുപ്പി പൊട്ടാതെ, കോഴിക്കുഞ്ഞ് ചാകാതെ കോഴിക്കുഞ്ഞിനെ പുറത്തെടുക്കണം. ആരാണ് അതെടുക്കുക? മൻ യുഖ്രിജു അദ്ദജാജത മിനസ്സുജാജ. കുട്ടികൾ അവരുടെ സഹജമായ വാസനയാണ് ഉത്തരം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കുറേ പറഞ്ഞു നോക്കുക എന്നത്. അവരോരോന്നും പറയാൻ തുടങ്ങി. അതൊന്നും പക്ഷേ ശരിയായിരുന്നില്ല. ഉസ്താദിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതായിരുന്നില്ല. അവസാനം ക്ലാസിൻ്റെ അങ്ങേ തലയിൽ നിന്ന് ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു, ഉസ്താദ്, ആരാണോ കോഴിക്കുഞ്ഞിനെ ഈ കുപ്പിക്കുള്ളിലാക്കിയത് അയാളോട് പറഞ്ഞാൽ അയാൾക്ക് മാത്രമാണ് അതിനെ പുറത്തെടുക്കാൻ കഴിയുക എന്ന്. ആ കുട്ടിയുടെ നീണ്ട ഉത്തരം കേട്ട് ക്ലാസ് ആകെ പൊട്ടിച്ചിരിച്ചു. പക്ഷേ ഉസ്താദ് പറഞ്ഞു, മിടുക്കൻ, അവൻ പറഞ്ഞതാണ് ശരി. കോഴിക്കുഞ്ഞിനെ പുറത്തേക്കെടുക്കാൻ എത്ര റിസ്ക് ഉണ്ടോ, എത്ര പാടുണ്ടോ, എത്ര പ്രയാസമുണ്ടോ, അതേ പ്രയാസം അത്ര തന്നെ അളവിൽ ഉണ്ടായിരിക്കുമല്ലോ ഇതിനെ ഉള്ളിലെത്തിക്കുവാനും. അപ്പോഴാണ് കുട്ടികൾക്കൊക്കെ ബോധ്യമായത് ആ ഉത്തരം ശരിയായിരുന്നു എന്ന്. പിന്നെ കഥ നിർത്തിയ ഉസ്താദ് തത്വത്തിലേക്ക് കടന്നു. ഉസ്താദ് പറഞ്ഞെന്താണെന്നറിയാമോ? ഇതേപോലെ നിങ്ങളാകുന്ന കഴുത്ത് കുടുങ്ങിയ കുപ്പിക്കുള്ളിൽ ഗ്രാമർ പ്രയാസമാണ് എന്ന ഓരോ കോഴിക്കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്. അതിനെ ആ കുപ്പിക്കുള്ളിലെത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നഹ്വ്, ഗ്രാമർ പ്രയാസമാണ് എന്ന ധാരണ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിക്ഷേപിച്ച ആ ധാരണ നിങ്ങൾ തന്നെ എടുത്തു കളയാതെ മറ്റൊരാൾക്കും അതിനെ എടുത്തു കളയാനും നിങ്ങളെ നഹ്വ് പഠിപ്പിക്കാനും കഴിയില്ല. ധാരണകളെ ആദ്യം ശരിയാക്കുക. ധാരണകളാണ് നാം കുടുസായ കുപ്പിയുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നത്. അസ്സലാമു അലൈക്കും.